ആമയെ ചോദിക്കുന്നു, ഇനി എമ്പുരാൻ കാണുന്നത് എന്തിന് 17 വെട്ട് വെട്ടിയിട്ട് എന്ന് ചോദിക്കുന്നു. 17 വെട്ടല്ലേ, എന്നാലും പടത്തിലുണ്ട് ചില സൂചനകൾ. അതിൽ വില്ലന്റെ പേര് മ്യൂട്ട് ചെയ്യുന്നതാണ് അപാരം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ ഒരു സിനിമ നിർമ്മിക്കാൻ പറ്റൂ. വില്ലന്റെ പേരിടുമ്പോൾ പോലും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അത് ആരുടെ പേരാണ് ഇട്ടത്? ബജ്റംഗി എന്ന പേരാ, ബജ്റംഗൾ ദൾ എന്നല്ലല്ലോ. ബജ്റംഗി എന്ന പേര് ബാബു ബജ്റംഗി എന്ന പേരാ, ബാബാ ബജ്റംഗി. പ്രേക്ഷകർക്ക് ഓർമ്മയിലുണ്ടാവുമല്ലോ, നരോദ പാട്യ കേസിലെ 70 പേരെ ഒറ്റയടിക്ക് തീർത്ത ഈ പറയുന്ന ബാബാ ബജ്റംഗി. അങ്ങനെ ഒരു വില്ലന്റെ പേര് ഒരു സിനിമയിൽ പോലും ഇടാൻ ഭയക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ എന്ത് നാടാണിത്? കേരള സ്റ്റോറി, കാശ്മീർ ഫയൽസ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, TP51 ഈ സിനിമകളൊക്കെ സിനിമയായി കാണാൻ ഇവിടെ ഒരു പട്ടിയും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റുകാർ കൊന്നതിന്റെ പകുതി പോലും ഒരു ലഹളയിലും ഇന്ത്യയിൽ ആളുകൾ മരിച്ചിട്ടില്ല. ഇപ്പോൾ ഉറഞ്ഞു തുള്ളുന്ന അന്തം കമ്മികളും അന്തം കമ്മിയായ മൊട്ടയും ഒരു കാര്യം ഓർക്കണം. TP51 വെട്ട് എന്തുകൊണ്ട് ഇതുവരെ റിലീസ് ചെയ്തില്ല? 1500 ജൂതരെ ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ കൊന്ന ഹമാസിനെ തീവ്രവാദികൾ എന്ന് പോലും വിളിക്കാൻ ഭയന്ന മൊണ്ണയാണ് ഈ മൊട്ട. അവനാണ് നാട്ടുകാർക്ക് ക്ലാസ് എടുക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാവൽക്കാരായി ചമയുന്ന മുസ്ലിം തീവ്രവാദികളോടും സുഡാപ്പി മൂരികളോടും ഒരു ചോദ്യം. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്യേണ്ടിയിരുന്ന ടർക്കിഷ് തർക്കം എന്ന സിനിമ കേരളത്തിൽ റിലീസ് ചെയ്തായിരുന്നോ? മതവികാരം വ്രണപ്പെടുത്തി എന്ന് ആരോപിച്ച് ആ സിനിമ തിയേറ്ററിൽ നിന്നും പിൻവലിപ്പിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്കത്? അതുപോലെ തന്നെ കാശ്മീർ ഫയൽസ്, ദ കേരള സ്റ്റോറി എന്നീ സിനിമകൾ ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? അതായത് നിങ്ങളുടെ മതത്തിന്റെ കൊള്ളരുതായ്മകളെയും തീവ്രവാദത്തെയും കുറിച്ച് പറഞ്ഞാൽ അതെല്ലാം മതവികാരം വ്രണപ്പെടുത്തൽ. നിങ്ങൾ മറ്റു മതങ്ങളെയും സംസ്കാരങ്ങളെയും ആക്ഷേപിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലേ? അതെ, ഒരു കാര്യം, രണ്ടും കൂടി ഇവിടെ വേണ്ട. അതൊക്കെ നിന്റെയൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇത് അഫ്ഗാനിസ്ഥാനും സിറിയയും ഒന്നുമല്ല, ഇത് ഭാരതമാണ്. നിന്റെയൊക്കെ തീവ്രവാദം ഇവിടെ വിലപ്പോകില്ല, ഇവിടെ അത് നടത്തിപ്പിക്കില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം ചിലരുടെ മാത്രം തന്തയുടെ വകയല്ല. എമ്പുരാൻ എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തള്ളിമറയ്ക്കുന്ന അന്തം കമ്മികളോട് ഒരു ചോദ്യം. മുരളി ഗോപിയുടെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? അതുപോലെ തന്നെ TP51 വെട്ട് എന്നൊരു സിനിമ കേരളത്തിൽ റിലീസ് ചെയ്തായിരുന്നു. ഈ രണ്ട് കാര്യത്തിനും നിങ്ങൾ ഉത്തരം തന്നാൽ നന്നായിരുന്നു. ഈ സിനിമകൾക്കൊന്നും ഈ രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം ബാധകമായിരുന്നില്ലേ? ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യം ആരുടെയും തന്തയുടെ വകയല്ല. ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിൽ എത്ര പേർ എമ്പുരാൻ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നി? ഇത് വെറുമൊരു സിനിമയല്ലേ, എന്നിട്ടും ഇതിൻ്റെ പേരിൽ എന്തിനാണ് ഇത്രയധികം കോലാഹലം എന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ? അങ്ങ് ഗോത്രയിൽ 2022 ഒരു വിഭാഗം തൊപ്പിധാരികൾ ഒരു ട്രെയിനിൻ്റെ ബോഗിക്ക് തീയിട്ടപ്പോൾ അതിൽ വെന്തുമരിച്ചത് സ്ത്രീകളും പുരുഷന്മാരും ഒട്ടനേകം കുട്ടികളുമാണ്. എന്നാൽ സിനിമയിൽ ട്രെയിൻ എങ്ങനെ കത്തി എന്ന് കാണിക്കാതെ ട്രെയിൻ കത്തിയതിന് ശേഷം ഉണ്ടാകുന്ന കോലാഹലങ്ങൾ മാത്രം കാണിക്കുന്നു. അങ്ങനെ ഒരു വിഭാഗത്തെ വെളുപ്പിക്കുകയും മറ്റൊരു വിഭാഗത്തെ കരിവാരി തേക്കുകയുമാണ് ഈ സിനിമ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എമ്പുരാൻ എന്ന സിനിമ ഒരു പ്രൊപ്പഗാൻഡ സിനിമയാണെന്ന് പറയേണ്ടി വരും. ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി മറ്റൊരു വിഭാഗത്തെ കരിവാരി തേക്കുന്ന നല്ല ശുദ്ധമായ തന്തയില്ലാത്ത ഇടപാട്. അതുകൊണ്ട് തന്നെ സത്യമറിയുന്ന ജനങ്ങൾ മിണ്ടാതിരിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ കോലാഹലങ്ങൾ അത്രയും. ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി മറ്റൊരു വിഭാഗത്തെ കരിവാരി തേച്ചാൽ അത് ജനങ്ങൾ മിണ്ടാതിരുന്ന് കാണുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. और मैं भी चाहता हूँ कि मेरी बेटी कहीं और जाएगी, वहाँ परेशान हो, इससे अच्छा मैंने इससे ही शादी करनी है। अच्छा। और अब ये ना 2 महीने से प्रेग्नेंट भी है। अरे भाई साहब, प्रेग्नेंट दिक्कत ये हो रही है, अब वो ना घर वाले जो है ना, बाहर वाले रिश्तेदार जो है वो मान नहीं रहे हमारी शादी। तो मैडम മാനവരിൽ മഹോന്നതനായി ഒരു പീഡന വീരനെ, ഒരു പോക്സോ വീരനെ, ഒരു അടിമ കച്ചവടക്കാരനെ, ഒരു കൊള്ളക്കാരനെ, ഒരു കൊലപാതകിയെ കൊണ്ടു നടക്കുന്ന ഈ വിഭാഗത്തിലെ ജനങ്ങളിൽ നിന്നും നമ്മൾ മറ്റെന്ത് പ്രതീക്ഷിക്കാനാണ്? പഠിച്ചതേ പാടൂ എന്നൊരു പഴയ ചൊല്ല് നമ്മളെല്ലാം കേട്ടിട്ടില്ലേ? 1ാം ക്ലാസ്സിന് 5 വയസ്സ് തന്നെ സ്കൂൾ പ്രവേശന പ്രായം 6 ആക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കില്ല. 2023 മാർച്ച് 29 വന്ന വാർത്തയാണ് ഇത്. 2025 മാർച്ച് 27 വന്ന വാർത്തയാണ്. സ്കൂൾ പ്രവേശന പ്രായം 6 വയസ്സാക്കാൻ ആലോചന, മന്ത്രി വി ശിവൻകുട്ടി. ഇതെന്ത് മറിമായം? ഇവർക്കിത് എന്തു പറ്റി? ഇത്ര നേരത്തെ ബുദ്ധി ഉദിച്ചോ? ഇവർക്ക് സാധാരണ തലയ്ക്കകത്ത് വെളിച്ചം വീശാൻ മിനിമം ഒരു 20-25 വർഷമെങ്കിലും വേണ്ടി വരുന്നതാണ്. ആർക്കാണ് പൊള്ളിയത്? കൊള്ളുന്നെങ്കിൽ അതിൽ എന്തോ ഇല്ലേ? എമ്പുരാനെ പിന്തുണച്ച് സീമാജി നായർ. സീമ അത്തനോട് ഒരു ചോദ്യം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ചിലരുടെ മാത്രം തന്തയുടെ വകയാണോ? ഈ സ്വാതന്ത്ര്യം കേരള സ്റ്റോറി എടുത്തവർക്കും കാശ്മീർ ഫയൽസ് എടുത്തവർക്കും ഉണ്ടായിരുന്നില്ലേ? കാര്യങ്ങൾ പറയുമ്പോൾ അത് സത്യമായിട്ട് തന്നെ പറയണം. അല്ലാതെ ഒരു വിഭാഗം മാത്രം കുറ്റക്കാരാവുന്നത് എങ്ങനെയാണ്? ഇത് തനി രാഷ്ട്രീയമാണ്.
ഈ സിനിമയെ ഇങ്ങനെ ന്യായീകരിക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ രാഷ്ട്രീയമല്ല പറഞ്ഞത്, അസൽ ഇസ്ലാമിക തീവ്രവാദത്തിനെ വെളുപ്പിക്കലാണ് അവർ ഈ സിനിമയിൽ ചെയ്തത്. ഗുജറാത്ത് കലാപം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് എന്തുകൊണ്ട് ഇവർ മൂടിവെച്ചു? അവിടെയാണ് പ്രശ്നം. ഒരു കാര്യം വ്യക്തമാണ്, ഒന്നുകിൽ സീമ അക്കന് ഈ സിനിമയെ വെളുപ്പിക്കാൻ വേണ്ടി ആരോ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവാർഡ് മോഹിയായ സീമ അക്കൻ കമ്മികളെയും സുഡാപ്പികളെയും ഒന്ന് സുഖിപ്പിച്ച് നിർത്തിയതും ആവാം. എന്തായാലും പുലിയായി വന്ന സീമ അക്കൻ കമന്റ് ബോക്സ് പൂട്ടി കണ്ടം വഴി ഓടിയിട്ടുണ്ട്. 100 ഹിന്ദു കുടുംബങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം കുടുംബമായിരിക്കും ഏറ്റവും സുരക്ഷിതർ. എന്നാൽ 50 മുസ്ലിങ്ങൾക്കിടയിൽ ഹിന്ദുക്കൾ സുരക്ഷിതരായിരിക്കുമോ? ഇല്ല. ബംഗ്ലാദേശ് തന്നെയാണ് ഉദാഹരണം. യോഗി ആദിത്യനാഥ് ഈ പറഞ്ഞത് 100% സത്യമാണ്. അതിന് ഉദാഹരണമാണ് കാശ്മീരും പാകിസ്ഥാനും ബംഗ്ലാദേശുമൊക്കെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ചെയ്യൂ. എന്റെ അത്ഭുത വിഷയം ഇതൊന്നല്ല കേട്ടോ. ഈ ചോദ്യത്തിൽ കിടക്കുന്ന എന്റെ കൺസേൺ ഇതല്ല. 10 കൊല്ലോ 15 കൊല്ലോ റൂമിൽ ഹിന്ദുവായ ക്രിസ്ത്യാനിയായ ഒരാൾ 10-15 മുസ്ലിം ചെറുപ്പക്കാരുടെ കൂടെ താമസിച്ചിട്ട് 20 കൊല്ലമായിട്ട് അയാൾക്ക് മുസ്ലിം ആവാൻ തോന്നുന്നില്ല എന്നാ. ഇതാ അത്ഭുതം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഇന്ന് ഇസ്ലാം അവർക്ക് കിട്ടുന്നുണ്ടോ? എന്താ നമ്മളൊക്കെ ചിന്തത്? തിന്നാൻ പറ്റുമോ, കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ വലിയ ഉഷാറാ. ഇയാളെ നരകത്തേക്കായി മനുഷ്യൻ പോണത്. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ആൾ ഇയാളെ സ്വർഗത്ത് കൊണ്ടുപോകാൻ ഒരു ഖുർആനിന്റെ പരിഭാഷ, ഒരു റസൂൽ സ്വല്ലല്ലാഹു ചരിത്രമോ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് ഈ മനുഷ്യൻ ഇസ്ലാമിക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റണില്ല അല്ലേ? പിന്നെ എന്ത് ദാവത്താ നമ്മളൊക്കെ ചെയ്യുന്നത്? നമ്മളെ കൂടെ ഇരുന്നിട്ടൊക്കെ എങ്ങനെ ഒരു നന്നാവുക? ഇങ്ങനെ 10-25 കൊല്ലം റൂമിൽ കടന്ന ഹിന്ദുവാണെന്ന് നമ്മൾ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന വിഷയം അതാണ്. നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണില്ലല്ലോ. എന്നാലും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ചോദിക്കുകയാണ്. ഇത്ര കഷ്ടപ്പെട്ട് ഒരു അന്യജാതിക്കാരനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ഇവരുടെ സർവശക്തനായ അല്ലാഹുവിനെ എല്ലാവരെയും മുസ്ലിമായി അങ്ങ് സൃഷ്ടിച്ചാൽ പോരായിരുന്നോ? എങ്കിൽ ഈ കഷ്ടപ്പാടിന്റെ വല്ല ആവശ്യവും ഉണ്ടാകുമായിരുന്നോ? ഈ കാര്യമൊന്ന് അല്ലാഹുവിനോട് ചോദിക്കുന്നത് നല്ലതായിരിക്കും ഉസ്താദേ. പെരുമ്പാവൂരിൽ നിന്ന് കള്ളനോട്ടുമായി പിടിയിലായ ബംഗ്ലാദേശ് സ്വദേശി ഇന്ത്യയിലെത്തിയത് 18 കൊല്ലം മുമ്പെന്ന് പോലീസ്. കേരളത്തിൽ നിന്ന് മൊബൈൽ മോഷ്ടിച്ച് കടത്തും, ബംഗ്ലാദേശിൽ നിന്ന് വ്യാജ കറൻസി ഇറക്കും. സലിം മണ്ഡൽ അന്താരാഷ്ട്ര കുറ്റവാളി. എന്നാൽ ഇത്തരക്കാരെ ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾ അതിഥികളായി കൊണ്ടു നടക്കുന്നു. ഇവന്മാരുടെയൊക്കെ കയ്യിലിരിപ്പ് ശരിയല്ല എന്നതുകൊണ്ടാണ് BJP ഇവരെ കണ്ടെത്തി നാട് കടത്തണം എന്ന് പറഞ്ഞത്. അതിനെതിരെ കുരച്ചാടിയ ശ്വാന സന്തതികളൊക്കെ എവിടെയാണോ ആവോ? ഇതിനെപ്പറ്റി അവർക്ക് എന്താണ് പറയാനുള്ളത്? ഇത്തരക്കാരെ ഇനിയും ഈ രാജ്യത്ത് വെച്ചുപൊറിപ്പിച്ചാൽ അവർ ഈ രാജ്യത്തിന്റെ സമാധാനവും സന്തുലിതാവസ്ഥയും നശിപ്പിച്ച് കയ്യിൽ തരും. കൂടാതെ ഇവരെ അതിഥികളായി കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ, ആ മൾട്ടിപ്പിൾ ഫാദർ ഡിസോർഡർ ഉള്ളവരെ നാട്ടിൽ നിന്നും ആദ്യം ആട്ടിയോടിക്കണം. അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ നമ്മുടെ രാജ്യവും മറ്റൊരു അഫ്ഗാനിസ്ഥാനോ സിറിയയോ ആകുന്നത് നമ്മൾ കാണേണ്ടി വരും. ഇനിയെങ്കിലും ചിന്തിക്കുക, പ്രവർത്തിക്കുക. വ്യാജ ID കാർഡ് നിർമ്മാതാക്കൾ പെരുമ്പാവൂർ പോലീസ് പിടിയിൽ. ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതികളുടെ പേര് ഹാരിജുൽ ഇസ്ലാം, റെയ്ഹാൻ ഉദ്ദീൻ. ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലെ? ഇതിന് കൂടുതൽ വിശദീകരണങ്ങളൊന്നും നൽകേണ്ടതില്ലല്ലോ അല്ലെ? ഈ പ്രത്യേക വിഭാഗക്കാർ കാരണം ഈ ലോകത്ത് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇരവാദം പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന കുറെ എണ്ണം, അവരുടെ ആസനം താങ്ങി ജീവിക്കുന്ന വേറെ കുറെ എണ്ണം. സമൂഹത്തിന് എഴുത്തുകാരെ ആവശ്യമുണ്ട്. ഇന്ന് പല എഴുത്തുകാർക്കും സമൂഹത്തെ വേണ്ട, ഇൻസ്റ്റാഗ്രാം മതി. എം മുകുന്ദൻ ഒരു കാര്യം തിരിച്ചറിയുക, സമൂഹത്തിന് ഇന്നും എഴുത്തുകാരെ ആവശ്യമുണ്ട്. പക്ഷേ നിന്നെപ്പോലെ കുഴലൂത്തുകാരെ സമൂഹത്തിന് ആവശ്യമില്ല. കാലഹരണപ്പെട്ട് കുപ്പത്തൊട്ടിയിലായ പ്രത്യയശാസ്ത്രം തലയിൽ കൊണ്ടു നടക്കുന്ന നിന്നെപ്പോലെയുള്ള മണ്ടന്മാരായ എഴുത്തുകാരെ ഇന്നത്തെ സമൂഹത്തിന് തീരെ ആവശ്യമില്ല. ഇതായിരുന്നു മക്കളെ ഞമ്മന്റെ ഗാസ. അവിടെയുള്ള സമാധാന മതക്കാർക്ക് സമാധാന കൊച്ചു പുസ്തകം വായിച്ച് ഹാലിളകിയപ്പോൾ സമാധാനം കൂടിയതിന്റെ ഫലമായി ഗാസതെ ഇപ്പോൾ ഇങ്ങനെയായി. ഗാസ എന്ത് മാറ്റമാണ് മാറിയിരിക്കുന്നത് പുള്ളേ. സമാധാന മതക്കാർ സമാധാന പുസ്തകം പഠിച്ചതിന്റെ ഓരോരോ വിസ്മയങ്ങളെ. ഞമ്മന്റെ മതം സമാധാന മതമാണ് കേട്ടോ, അതിലാർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ? ഒരേ സിറിഞ്ച് കൊണ്ട് ലഹരി കുത്തിവെച്ചു. മലപ്പുറത്ത് 10 പേർക്ക് എയ്ഡ്സ്. ജാഗ്രത. ആ 10 പേരുടെ പേരും അഡ്രസ്സും കൂടി പുറത്തു വിടണം. വേറെ ഒന്നിനുമല്ല, മറ്റുള്ളവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ അൽ കേരളം ഈ കാര്യത്തിലും നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥി SSLC പരീക്ഷ എഴുതാനെത്തിയത് മദ്യലഹരിയിൽ. ബാഗിൽ കുപ്പിയും 10,000 രൂപയും. ആരാ പറഞ്ഞത് പിണറായിയുടെ അൽ കേരളം മാറിയിട്ടില്ല എന്ന്? കേരളം എന്ത് മാറ്റമാണ് മാറിയിരിക്കുന്നത്?
ഗോദ്രയിൽ സബർമതി എക്സ്പ്രസ് തനിയെ തീപിടിച്ചതല്ല. അതുപോലെ തന്നെ 1921 മലബാർ മേഖലയിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അറ്റാക്ക് വന്ന് മരിച്ചതല്ല. പഴയ കാര്യങ്ങൾ വളച്ചൊടിക്കാൻ നോക്കുന്ന ചിലരെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. സഖാക്കൾ ക്ഷേത്രത്തിലെത്തിയാൽ അതേ സഖാക്കൾ മസ്ജിദിലെത്തിയാൽ കാരണം മസ്ജിദിലെത്തി അവിടെ എന്ന് പാടിയാൽ അവർ അവരുടെ സുന ചെത്തി അച്ചാറിടുമെന്ന് സഖാക്കൾക്ക് നന്നായി അറിയാം. അതാണ് മക്കളെ അന്തം കമ്മി സഖാക്കളുടെ മതേതരത്വം. The criticism is that even the constitution doesn't allow for reservations based on religion. Yes, I agree. Let us see, let us watch, let what court comes out. We have started something. I know that everyone will go to the court. Let us wait for some good day. Good day will come. Lot of changes are there. Constitutions will be changing. There are judgments which alters the constitution also. ഈ വീഡിയോ എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലാകാത്തവർക്ക് പറഞ്ഞു തരാം. അതായത് മുസ്ലിങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടാൻ പാകത്തിന് ഇന്ത്യൻ ഭരണഘടന തിരുത്തണമെന്ന് കോൺഗ്രസ്. രാജ്യത്തിന്റെ സ്വത്ത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന പ്രസ്താവന. മോദിക്കെതിരെ പരാതി നൽകാൻ കോൺഗ്രസ്. പണ്ട് ഈ കാര്യം മോദി പറഞ്ഞപ്പോൾ അന്ന് കോൺഗ്രസുകാർ മോദിയെ വർഗീയവാദി എന്ന് വിളിച്ചു. ഇപ്പോൾ എങ്ങനെ ഇരിക്കണു? ഇത് കോൺഗ്രസ് അല്ല, ഖാൻഗ്രസ് ആണ്.